ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സെലിബ്രിറ്റി പേളിമാണിയുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനെ ഞാനിത് ഇവിടെ ഒരു മീഡിയം സൈസുള്ളൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ഞാനിത് അവിടെ ഇങ്ങനെ കുരുകുനാന്നൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയും കൂടെ ആവശ്യമുണ്ട്. അതും നമുക്കിതുപോലെ തന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. എല്ലാവരും ഇതൊന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് എന്താ പറയുക, ഒരു സൺഡേ ഒക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, വയറൊക്കെ അറിയും കേട്ടോ ഇത് കഴിച്ച്. നിങ്ങൾ ഈ ഒരു ഓംലെറ്റ് കഴിച്ചിട്ട് എങ്ങനെയാണ് വയറെന്നറിയാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് കാര്യമാണോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാനിതാ അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതുപോലെ ഇനി വേറൊരു ബൗളെടുത്ത് അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 മുട്ടേനെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നമ്മുടെ വീട്ടിലുള്ള ആളുടെ എണ്ണ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഈ ഒരു സവാളയും ഒരു തക്കാളിക്കുമൊക്കെ ഈ 2 മുട്ട തന്നെ ധാരാളം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ഇവിടെ ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം പാൽ ആവശ്യമുണ്ട്. അത് ആ പാലും കൂടെ ചേർത്ത് നമുക്കൊന്നും കൂടെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പാലും മുട്ടയും ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ വെജിറ്റബിൾസ്, ആവശ്യമുള്ള വെജിറ്റബിൾസും കട്ട് ചെയ്തത് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് തന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ ഈ വീഡിയോ കാണുന്ന ടൈമിൽ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. വെളിച്ചെണ്ണയെല്ലാം ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിലോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെജിറ്റബിൾസിൽ ആവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ നേരത്തെ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു സമയത്ത് വെജിറ്റബിളിലോട്ട് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. കൂടുതലായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റി കിട്ടിയാൽ മാത്രം മതി. നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാൻ പറഞ്ഞ അതേ ടേസ്റ്റുള്ള ഓംലെറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണാമെന്നുണ്ടെങ്കിൽ ഇതിനിടയിലിടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും കാണാൻ പറ്റില്ല. ഉള്ളിയും തക്കാളിയും ഒക്കെ ഏകദേശം ഒന്ന് വാടി വരുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിതവിടെ ഒരു ചെറിയ കപ്പിൽ മല്ലിയില എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം. മല്ലിയില ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയും തക്കാളിയും മല്ലിയിലയും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും ഉള്ളി ഇതൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സില്ലേ, അതും കൂടെ മുട്ടയും പാലും കൂടെ ഉണ്ടാക്കിയ മിക്സ് ഇതിൽ ഒഴിച്ചെടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒഴിച്ചെടുത്ത് അടച്ച് വെച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ.
ഇതാ മുട്ട ഏകദേശം ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതാ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്തെടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് ഒറിഗാനോ ആവശ്യമാണെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒറിഗാനോ ഇടുന്നില്ല, ചില്ലി ഫ്ലേക്സ് മാത്രമേ ഇട്ടെടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ പേർളി മാണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റ് റെസിപ്പിയുടെ ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. സത്യം പറയാനുള്ള ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ പേളിമണിക്ക് തന്നെ ബിഗ് താങ്ക്സ് പറയണം കേട്ടോ, ഈ ഒരു സൂപ്പർ റെസിപ്പി ഷെയർ ചെയ്തതിന്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് ഇത് സംഭവം. അപ്പം നമ്മുടെ പേളിമാണി പറഞ്ഞതുപോലെ തന്നെ വയറൊക്കെ ഫുള്ളാവാൻ ഒരൊറ്റ ഐറ്റം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.